എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ആ ഗോൾ സെറ്റ് ചെയ്യുന്നത്? നമുക്കൊരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് കാര്യം എന്തായിരിക്കും? എന്താ കാര്യം നമ്മൾ അങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാൻ? എല്ലാരും ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ടെന്നാ പിന്നെ ഞാനും ഗോൾ സെറ്റ് ചെയ്തേക്കാം, അങ്ങനെയാണോ? അതോ അതിനകത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങൾ സംസാരിക്കാൻ പറ്റുന്നവർക്ക് സംസാരിക്കാം കേട്ടോ. ഞാൻ വേറൊരു കാര്യം പറയാം. നമ്മളിത് നം- വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു സെഷനാണ്. നമുക്കിവിടെ നോ റൈറ്റ് ഓർ റോങ് ആൻസേഴ്സ്. ഇവിടെ നമുക്കുള്ളത് ഡിഫറെന്റ് പെർസെപ്ഷൻസ് മാത്രമാണ്. നമ്മളുടേതായിട്ടുള്ള അഭിപ്രായം, അല്ലെ നമ്മൾ ഒരു കാര്യത്തെ കാണുന്ന രീതി, അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ആൻസർ തെറ്റിപ്പോമോ, അങ്ങനെ ഒന്നും നമ്മൾ വിചാരിക്കണ്ട. നമ്മൾ പറയുന്ന ആൻസർ തെറ്റോ ശരിയോ എന്നൊന്നുമില്ല. നമ്മളുടെ ആൻസർ അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഗോള് സെറ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാവോ? നിലനിൽക്കുന്നൊരു ഇത് വരില്ലേ? എനിക്ക് മനസ്സിലായില്ല. ഐ മീൻ നമ്മൾ സസ്റ്റെയിൻ ആവുക അല്ലെങ്കിൽ നിലനിൽക്കുക എന്നുള്ളതൊരു പ്രശ്നമായിട്ട് വരില്ലേ മുന്നില്? അതെ. I mean, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് വരുമ്പോഴല്ലേ നമ്മള് ശരി അടുത്ത വർഷം നമുക്കിത് നേടണം എന്ന് വിചാരിക്കുന്നത്. ആ ഒരു ബേസിക്കലി നമുക്കൊരു ചേഞ്ച് വരണം എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്നാണ് നമുക്ക് ഗോൾ സെറ്റ് ചെയ്യുന്നത് നമ്മള്, അല്ലെ ഗോള് വരുന്നത്, അല്ലെ? നമ്മൾ എന്തിനാണ് ഈ ഗോൾ സെറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാവണം എന്നുള്ള ഒരു ആ, ആണ് നമുക്ക് ആ ഒരു ചേഞ്ച്, അങ്ങനെ ഒരു അതൊന്ന് സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് തോന്നുന്നത്, അല്ലെ? ഇനി അടുത്ത ഒരു ഒരു ടാസ്കും കൂടെ നമുക്ക് ചെയ്യാം വേഗം. നമ്മൾ ഈ കാണുന്ന സ്ക്രീൻ കാണുന്നുണ്ടോ? ഈ ഈ നമ്മൾ കാണുന്ന നമ്മളുടെ ഈ വീൽ ഓഫ് ലൈഫില് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഓരോ ഏരിയാസ് ഉണ്ടല്ലോ, അത് എഡ്യൂക്കേഷൻ, കരിയർ, ബിസിനസ് ഓർ എഡ്യൂക്കേഷൻ അതാകാം. ഈ ഏരിയാസില് നിങ്ങൾ ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10, ഒരു മിനിറ്റ്, ഞാൻ ഒരാളെ കൂടെ ഒന്ന് അഡ്മിറ്റ് ചെയ്തോട്ടെ. അപ്പോ ഈ ഈ വീൽ ഓഫ് ലൈഫിൽ നമ്മൾ കാണുന്ന ഈ 4 ഫോക്കൽ പോയിന്റ്സിനെ നമ്മൾ ഓൺ എ സ്കെയിൽ ഓഫ് 1 to 10 നമ്മൾ അതിനെ ഒന്ന് റേറ്റ് ചെയ്യണം. ആസ് ഓഫ് നൗ ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ആ പേപ്പറിൽ അല്ലെ ബുക്കില് ഫൈനാൻസ്, കരിയർ ആൻഡ് ബിസിനസ്, റിലേഷൻഷിപ്പ് ആൻഡ് ഫാമിലി, ഹെൽത്ത് അങ്ങനെ എഴുതിയിട്ട് അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് 2 കോളം ഇടാം. അതിൽ ഒരു കോളത്തിൽ നമുക്ക് ആസ് ഓഫ് നൗ എന്ന് പറഞ്ഞിട്ട് സ്കെയിൽ ഓഫ് 1 to 10 നമ്മൾ ഒന്ന് റേറ്റ് ചെയ്യുക. റേറ്റ് ചെയ്തിട്ട് അവിടെ നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചാൽ മതി, നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണ്ട. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം ഒന്ന് ചെയ്തിട്ട് ഒന്ന് എന്നോട് പറയണം. ഒരുപാട് നമ്മൾ ആലോചിക്കേണ്ട. ജസ്റ്റ് ഒന്ന്, ഇപ്പോ ഫോർ എക്സാമ്പിൾ നമ്മളുടെ കരിയർ, അപ്പൊ നമുക്കൊരു ഇപ്പോഴുള്ള ജോലി നമ്മൾക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ വേറെ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ജോലിക്ക് പോവുകയാണ്. നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ജോലി വേണം എന്നാണ് ആഗ്രഹം. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ 5എന്നോ 6എന്നോ നമുക്ക് അതില് നമുക്ക് റേറ്റ് ചെയ്യാം. റേറ്റ് ചെയ്തോ? റേറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ ഒരു കോളം കൂടി ഇട്ടിട്ട് ഈ ബൈ 2025 ഡിസംബർ 31 നിങ്ങൾ ആ റേറ്റിംഗ് എങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്, ആ റേറ്റിംഗും കൂടെ എഴുതുക. ഇപ്പൊ നിങ്ങൾ 5 എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഏരിയയില് നിങ്ങൾക്ക് ഈ വർഷം അവസാനത്തോടു കൂടി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് 8 അല്ലെങ്കിൽ 9 ആണെങ്കിൽ അത് എഴുതുക.
എഴുതി കഴിഞ്ഞോ? എനിക്കൊരു തംസപ്പ് തരണേ. കാര്യം നിങ്ങൾ എല്ലാരും വീഡിയോസ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന്. ഓൾറൈറ്റ്. അപ്പോ ഇനി ഞാൻ ഇതിന്റെ റൈറ്റ് സൈഡില് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയിട്ടുണ്ട്. നമ്മളുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഇതിനു മുൻപോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ ഈ പറയുന്ന സെന്റൻസസ് ആ റൈറ്റ് ലെഫ്റ്റ് സൈഡിലുള്ള ആ ആ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങളെ അതുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പക്ഷെ എന്റെ കയ്യിൽ ഇപ്പൊ അതിനുള്ള പൈസ ഇല്ല, അല്ലെങ്കിൽ എന്റെ ഫാമിലി എന്നെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഞാൻ ഇവിടെ സ്റ്റക്കാണ്, എനിക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? സോറി, അതിനിടയ്ക്ക് എന്റെ സ്ക്രീൻ സ്റ്റോപ്പ് ആയോ? സ്റ്റോപ്പ് ആയി. ഓക്കെ. ഓക്കെ, ഇപ്പൊ എന്റെ സ്ക്രീൻ ഷെയറിംഗ് ഓൺ ആണോ? കാര്യം എനിക്ക് എന്റെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല. ഓക്കെ. ഓക്കെ. ഓൾറൈറ്റ്. ഓക്കെ. അപ്പൊ ഇങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലെ? പല പല ടൈമില് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ അല്ലെങ്കിൽ നമ്മളൊരു ഗോൾ എഴുതുമ്പോ തന്നെ ചിലപ്പോ നമ്മൾ ഒരു ഗോള് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ തന്നെ നമ്മളുടെ മനസ്സിലിരുന്ന് ആരോ നമ്മളോട് പറയും, ആ ഇത് നേരത്തെ ഇതുപോലെ തന്നെ ആയിരുന്നു, പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു, നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പോകുന്നത് എന്ന്, അല്ലെ? ഇപ്പൊ നിങ്ങൾ ഇതിനകത്തെ ഒരു ഒരു ക്ലാസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ആരെങ്കിലും ഒരാള് ഇപ്പൊ ഈ വർഷം ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ ജിമ്മ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊരു ഗോൾ എഴുതിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരാളെങ്കിലും കാണും. അപ്പോ അങ്ങനെ ഒരു ഗോൾ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പിലത്തെ വർഷവും ഒക്കെ നമ്മൾ ഇതേപോലത്തെ ഒരു ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെ? സെറ്റ് ചെയ്ത് നമ്മൾ ചിലപ്പം ഒരു മാസത്തോളം ഒക്കെ നമ്മൾ ജിമ്മിൽ പോവുകയും എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു പനി വരും ഒരു ദിവസം. ഈ പനി വന്നു കഴിയുമ്പോൾ നമ്മൾ ഏകദേശം ഒരു 1.5-2 ആഴ്ചയോളം നമ്മൾ ജിമ്മിലൊന്നും പോവാതെ നമ്മൾ വീട്ടിലിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പതിയെ ജിമ്മിൽ പോവാമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇപ്പൊ നമ്മുടെ പനിയൊക്കെ മാറി, ഇനി നാളെ മുതൽ നമുക്ക് ജിമ്മിൽ പോവാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് നമ്മളോട് പറയും, പനി വന്ന് നമ്മൾ ഒരുപാട് ടയേർഡായി, നമ്മൾ ഭയങ്കര വീക്കായി, ഇനി ജിമ്മിൽ പോയി നമ്മൾ വീണ്ടും കുറച്ച് വർക്കൗട്ട് ചെയ്ത് നമ്മൾ വയ്യാതായ എന്ത് ചെയ്യും? അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കൊരു 2 ദിവസം കൂടെ റെസ്റ്റ് എടുത്ത് കുറച്ച് നല്ല ഫുഡും ഒക്കെ കഴിച്ചിട്ട് നമുക്ക് അത് കഴിഞ്ഞ് പോവാം. അപ്പൊ നമുക്കൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ഉണ്ട് അതിന്, അല്ലേ? നമുക്ക് പനി വന്നു, അതുകൊണ്ടാണ് നമ്മള് ജിമ്മിൽ പോയത്, അല്ലെ, നമ്മൾ പോകാതിരുന്നത്. പക്ഷെ നമ്മൾ ഇത് സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് ഉണ്ടാവുന്നത്, ഒന്നുകിൽ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് കുറേ ബ്രേക്സ് വരും. നമ്മൾ ഒരു ദിവസം പോകും, തിരിച്ചു വരുമ്പോൾ നമുക്ക് തോന്നും ഇനി നാളെ പോലെ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണം, ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഭയങ്കര ടയർഡ് ആവുന്നു, അല്ലെങ്കിൽ ഓഫീസിൽ നമുക്ക് മീറ്റിംഗ്സ് ഉണ്ട്, ആ മീറ്റിംഗ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വൈകി, അപ്പൊ നമ്മൾ നേരത്തെ വീട്ടിൽ വരണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ദിവസം നമ്മൾ രാവിലെ ഒരു അലാം വെച്ച് നമ്മൾ കിടന്നു, രാവിലെ അലാം അടിക്കുമ്പോൾ നമ്മൾ ഉണരും,
പക്ഷെ ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ തന്നെ പറയും ഒരു 5 മിനിറ്റ് കൂടെ ഉറങ്ങിയിട്ട് നമുക്ക് എഴുന്നേറ്റ് പോകാം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു എന്ന് വിശ്വസിച്ച് ഞാനിങ്ങ് മുന്നോട്ട് പോവാം. കാരണം നിങ്ങൾ ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. റെസ്പോണ്ട് ചെയ്താൽ മാത്രമല്ലേ എനിക്ക് അതിനനുസരിച്ച് നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. ദീപക്കോ ദിലീപോ ഇപ്പോ റെസ്പോണ്ട് ചെയ്യാതിരുന്നോ? യെസ്. ആ സന്തോഷ് ചേട്ടൻ പറയുന്നു ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ചെയ്യുന്ന ഇത് നിങ്ങൾ മാത്രമല്ല, ഞാനടക്കം നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു കുറച്ചു വർഷം മുൻപ് ഞാന് ഇതുപോലെ തന്നെ ജിമ്മിൽ പോകണം എന്നൊരു റെസൊല്യൂഷൻ എടുത്തിട്ട് ഞാൻ അത് നിൽക്കാതിരിക്കാൻ, അതായത് ഇതിന് മുൻപൊക്കെ ചെയ്തതൊക്കെ നിന്ന് പോയിട്ടുള്ളത് കൊണ്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ 3 മന്ത്സ് അല്ലെങ്കിൽ 6 മന്ത്സ് സബ്സ്ക്രിപ്ഷൻ ആണ് എടുക്കുക. ഞാൻ 12 മന്ത്സ് സബ്സ്ക്രിപ്ഷൻ എടുത്തു. പുതിയ ഷൂസ് ഒക്കെ വാങ്ങി. എന്നിട്ട് ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം പുതിയ ജിം ഡ്രസ്സ് വാങ്ങി, ഷൂസ് വാങ്ങി. എന്നിട്ട് എല്ലാം സെറ്റായി. നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്യാമോ ഞാൻ എത്ര ദിവസം ജിമ്മിൽ പോയിട്ടുണ്ടെന്ന്? ചാറ്റിൽ പറഞ്ഞാൽ മതി. ഒരു പെട്ടെന്നൊരു ഗസ്. 90 ഡേയ്സ്. ഓക്കെ. ഞാന് ആ വർഷം ജിമ്മിൽ പോയത് 2 ദിവസമാണ്. 2 ദിവസം. എന്നിട്ട് 12 മാസത്തെ സബ്സ്ക്രിപ്ഷനും ഞാൻ അവർക്ക് കൊടുത്തു. കാരണം എനിക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമ്മളുടെ ലൈഫിൽ സ്ഥിരം ഉണ്ടാവുന്ന കാര്യങ്ങളാണ്, അല്ലേ? നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും, നമ്മൾ ഡിസിഷൻ എടുക്കും, നമുക്ക് അതിനുള്ള വിൽ പവർ ഉണ്ട്, നമ്മളത് റെഡിയാണ് നമ്മളത് ചെയ്യാൻ. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾക്ക് പറ്റില്ല. പല പല പ്രാവശ്യവും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ ഓതന്റിക് ആയിട്ടുള്ള റീസൺസും നമുക്കുണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കും, അല്ലെ? ഇതെന്താ എനിക്ക് ഇങ്ങനെ വരുന്നത്? അല്ലെ കുറച്ചും കൂടെ നമ്മളെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ചിന്തിക്കും, നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മളൊരു ലൂപ്പിനകത്താണ്. നമ്മള് ഇന്ന് ചെയ്യുന്ന ഇതേ കാര്യമാണ് നമ്മൾ ഈ 365 ദിവസവും നമ്മൾ ഇത് തന്നെ ചെയ്യും. നമ്മൾ ഇടയ്ക്ക് ശ്രമിക്കും മാറാൻ. പക്ഷെ കുറച്ചൊക്കെ നടക്കും, കുറച്ചൊന്നും നടക്കില്ല. വീണ്ടും നമ്മൾ അതേ സർക്കിളിൽ തന്നെ വന്ന് നമ്മൾ നിൽക്കും. ആ ഒരു ലൂപ്പിനകത്ത് തന്നെ നമ്മൾ വന്ന് നിൽക്കും. അപ്പൊ ഇത് എന്തുകൊണ്ടായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നമുക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ളത്. അതിന്റെ അതെന്തുകൊണ്ടാണ് ആഹ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത് നമ്മളുടെ ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിലുള്ള ഒരു മിസ്അലൈൻമെന്റ് ആണ്. ഇനി ഇത് നമ്മൾ സൈക്കോളജി ഒന്നും പഠിക്കണ്ട. നമുക്ക് ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും എന്താണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് കുറെയൊക്കെ നമുക്ക് അതിനെപ്പറ്റി അറിയാം.